ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽസ് ഹട്ടിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ വന്നത് ബനാന ബ്രെഡ് ബോൾ ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ: സാൻഡ്വിച്ച് ബ്രെഡ് 6 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന്റെ 4 സൈഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബനാന ഒരെണ്ണം ചെറിയ കഷ്ണങ്ങളായി ആക്കിയത്, തേങ്ങ ചിരങ്ങിയത് 1/2 കപ്പ്, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരി, ബദാം, കാഷ്യൂ നുറുക്കിയതാണ്. അതിൻ്റെ കൂടെ എള്ള് 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ചേർക്കാം. ഞാനിവിടെ ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, ബ്രെഡ് ക്രംസ് 2 മുട്ട, നെയ്യ് 2 ടേബിൾ സ്പൂൺ. അപ്പം ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ബനാന ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് പാകമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. 2 മുട്ട ഒരുന്നുള്ള ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് വെള്ളത്തിൽ മുക്കി ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ് ചെയ്യാം. ഈ ബോളുകൾ നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബനാന ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.